മറ്റൊരു ആഫ്രിക്കൻ രാജ്യത്തൂടെ സൈനിക അട്ടിമറി നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നു. നൈജീരിയയിലും സുഡാനിലും സൈനിക അട്ടിമറി നടന്നത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പോൾ പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ഗിനിയ ബിസൌവിലാണ് സൈനിക അട്ടിമറി നടക്കുന്നത്. മറ്റൊരു ആഫ്രിക്കൻ രാജ്യത്ത് ഈ അട്ടിമറി നടക്കുന്നത് വലിയ പ്രാധാന്യത്തോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ചെറുതാണ്, എന്നാൽ രാഷ്ട്രീയമായി അസ്ഥിരവുമായിട്ടുള്ള പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ഗിനിയ ബിസൌവിൽ ബുധനാഴ്ച പെട്ടെന്നൊരു വലിയ പ്രതിസന്ധി ഉടലെടുത്തു. സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണം സ്ഥാപിച്ചതായി സൈനിക ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൈന്യം തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഉടനടി നിർത്തിവെക്കുകയും രാജ്യത്തിന്റെ അന്താരാഷ്ട്ര അതിർത്തികൾ അടയ്ക്കാൻ ഉത്തരവിടുകയും ചെയ്തു. രാഷ്ട്രപതി പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് മുഴുവൻ വിഷയം ഉയർന്നു വന്നത്. തലസ്ഥാനമായിട്ടുള്ള ബിസാവുവിലെ രാഷ്ട്രപതി ഭവന് സമീപം ഉച്ചയ്ക്ക് ശേഷം കനത്ത വെടിവയ്പുണ്ടായി. ഇതിനുശേഷം പ്രദേശത്ത് സൈനികർ വളഞ്ഞു. നിരവധി പൗരന്മാർ പരിഭ്രാന്തരായി. കാൽനടയായും വാഹനങ്ങളുമായി നഗരം വിട്ടുപോകുന്നതാണ് പിന്നീട് കാണാനായി സാധിച്ചത്. പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പ്രധാന റോഡുകളിൽ സൈനിക ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുന്നു. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷാസേനയെ വിന്യസിച്ചിരിക്കുന്നു. അതേസമയം നിലവിലെ പ്രസിഡന്റ് ഒമർ സിസേക്കോ എംബോലോ എവിടെയാണെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. ഇത് രാഷ്ട്രീയ അനിശ്ചിതത്വവും വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞായറാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷം മുൻനിര സ്ഥാനാർത്ഥികളായിട്ടുള്ള എംബോലോയും പ്രതിപക്ഷ നേതാവ് ഫെർണാണ്ടോ ഡയസും വിജയം അവകാശപ്പെട്ടു. വ്യാഴാഴ്ച വരെ ഔദ്യോഗിക ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. 2019 തിരഞ്ഞെടുപ്പിന് സമാനമായ ഒരു സാഹചര്യം അവിടെ വിജയിയെ സംബന്ധിച്ച് മാസങ്ങളോളം തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സ്ഥാപനപരമായ അവിശ്വാസം, അധികാര പോരാട്ടങ്ങൾ, തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ എന്നിവയാൽ രാജ്യം ഇതിനകം തന്നെ വലയുകയായിരുന്നുവെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള PAIGCയെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് സുപ്രീം കോടതി വിലക്കി. പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയ കൃത്രിമത്വം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.